എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒന്നാണ് സമാധാനവും സന്തോഷവും. എന്നാൽ ആ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കുമുള്ള പാതയിൽ പലപ്പോഴും ഒരു പ്രധാന വില്ലനായി കടന്നു വരുന്ന ഒന്നാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ. പണം മാത്രം സന്തോഷം നൽകില്ലെന്ന് നമുക്കറിയാം. പക്ഷേ പണമില്ലായ്മ പലപ്പോഴും വലിയ മാനസിക സംഘർഷങ്ങൾക്ക് വഴിവെക്കാറുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സാമ്പത്തിക ഭദ്രതയും മാനസികാരോഗ്യവും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ സാമ്പത്തിക സ്ഥിതി നമ്മുടെ മാനസികാരോഗ്യത്തെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന്. സാമ്പത്തിക ഭദ്രത എന്ന് പറയുമ്പോൾ വലിയ ധനാഢ്യനാവുക എന്നതല്ല അർത്ഥമാക്കുന്നത്. മറിച്ച് നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ നിറവേറ്റാനും അപ്രതീക്ഷിത സാഹചര്യങ്ങളെ നേരിടാനും കഴിയുന്ന ഒരു സാമ്പത്തിക നില കൈവരിക്കുന്നതിനെയാണ്. ഇത് എങ്ങനെ നമ്മുടെ മാനസികാരോഗ്യത്തിന് ഗുണകരമാകുന്നുവെന്ന് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. സാമ്പത്തിക സമ്മർദ്ദം ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യത്തെ കാര്യമായി ബാധിക്കും. കടം, തൊഴിലില്ലായ്മ, അപ്രതീക്ഷിത ചിലവുകൾ എന്നിവയെല്ലാം കടുത്ത മാനസിക പിരിമുറുക്കത്തിന് കാരണമാകും. സാമ്പത്തിക പ്രശ്നങ്ങൾ പലപ്പോഴും ഉത്കണ്ഠ, വിഷാദം, ഉറക്കമില്ലായ്മ, ദേഷ്യം, നിരാശ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിക്കാറുണ്ട്. ഇത് വ്യക്തിബന്ധങ്ങളെയും ജോലിയെയും വരെ പ്രതികൂലമായി ബാധിക്കാം. ചിലപ്പോൾ ആളുകൾക്ക് ജീവിതത്തിൽ ഒരു നിയന്ത്രണവുമില്ലെന്ന് തോന്നിപ്പോകാം. ഈ അവസ്ഥയിൽ അവർക്ക് സാധാരണ ജീവിതം നയിക്കാൻ പോലും ബുദ്ധിമുട്ടാകും. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൂടുതൽ തീവ്രമാകാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, വിഷാദ രോഗമുള്ള ഒരാൾക്ക് സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ നല്ല തീരുമാനങ്ങൾ എടുക്കാനോ കഴിഞ്ഞെന്ന് വരില്ല. ഇതൊരു ദുഷിച്ച സമയമാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ മാനസികാരോഗ്യത്തെ ബാധിക്കുകയും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ വഷളാക്കുകയും ചെയ്യും. ഇതിൽ നിന്നും പുറത്തു കടക്കാൻ നമുക്ക് എന്ത് ചെയ്യാനാകുമെന്ന് നമുക്ക് നോക്കാം. സാമ്പത്തിക ഭദ്രതയിലേക്കുള്ള ആദ്യ ചുവടുവെക്കുക എന്നതാണ് പ്രധാനം. അതായത് ബഡ്ജറ്റ് ഉണ്ടാക്കുക. നിങ്ങളുടെ വരുമാനം എത്രയാണ്, ചിലവുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. അനാവശ്യ ചിലവുകൾ ഒഴിവാക്കി പണം എങ്ങനെ ലാഭിക്കാമെന്ന് കണ്ടെത്തുക. ഒരു മാസം എത്ര രൂപ ചെലവാക്കുന്നുവെന്ന് എഴുതി വെക്കുന്നത് വളരെ പ്രധാനമാണ്. ഇത് നിങ്ങൾക്ക് വ്യക്തമായൊരു ചിത്രം നൽകും. ഓരോ മാസവും ഒരു നിശ്ചിത തുക മാറ്റിവെച്ച് സമ്പാദിക്കാൻ ശ്രമിക്കുക. അടിയന്തര സാഹചര്യങ്ങൾക്കായി ഒരു സേവിങ്സ് ഫണ്ട് ഉണ്ടാക്കുന്നത് വളരെ പ്രധാനമാണ്. 6 മാസത്തെ അത്യാവശ്യ ചിലവുകൾക്ക് തികയുന്ന ഒരു തുക കരുതൽ ധനമായി സൂക്ഷിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് ഒരു വലിയ ആത്മവിശ്വാസം നൽകും. കടം കുറയ്ക്കുക എന്നതും ഒരു കാര്യമാണ്. ഉയർന്ന പലിശയുള്ള കടങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചടയ്ക്കാൻ ശ്രമിക്കുക. ക്രെഡിറ്റ് കാർഡ് കടങ്ങൾ പോലുള്ളവ സാമ്പത്തിക ബാധ്യത വർദ്ധിപ്പിക്കും. ഒരു കടം അടച്ചു തീരുമ്പോൾ കിട്ടുന്ന മാനസിക സമാധാനം വളരെ വലുതാണ്. ദീർഘകാല സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ ചെറിയ തോതിലെങ്കിലും നിക്ഷേപങ്ങൾ ആരംഭിക്കുക. സാമ്പത്തിക ഉപദേഷ്ടാക്കളുടെ സഹായം തേടാവുന്നതാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ ഒറ്റയ്ക്ക് നേരിടേണ്ട ഒന്നല്ല. നിങ്ങളുടെ പങ്കാളിയോടോ കുടുംബാംഗങ്ങളോടോ വിശ്വസ്തരായ സുഹൃത്തുക്കളോടോ തുറന്നു സംസാരിക്കുക. ചിലപ്പോൾ അവർക്ക് മികച്ച നിർദ്ദേശങ്ങൾ നൽകാൻ സാധിച്ചേക്കും. സാമ്പത്തിക ഭദ്രത കൈവരിക്കുമ്പോൾ അത് നമ്മുടെ മാനസികാരോഗ്യത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടി വരാത്തത് മാനസിക പിരിമുറുക്കം ഗണ്യമായി കുറയ്ക്കും. കടം, ബില്ലുകൾ എന്നിവയെക്കുറിച്ചുള്ള ചിന്തകൾ കുറയുന്നത് സമാധാനം നൽകും. അപ്രതീക്ഷിത സാഹചര്യങ്ങളെ നേരിടാൻ സാമ്പത്തികമായി ഒരുങ്ങിയിരിക്കുന്നത് സുരക്ഷിതത്വ ബോധവും നൽകും. ജോലി നഷ്ടപ്പെടുകയോ രോഗം വരികയോ ചെയ്താൽ പോലും പിടിച്ചു നിൽക്കാൻ ഒരു താങ്ങുണ്ടെന്ന ചിന്ത ആശ്വാസമാണ്. സ്വന്തം ജീവിതത്തിൽ ഒരു നിയന്ത്രണമുണ്ടെന്ന് തോന്നുമ്പോൾ ആത്മവിശ്വാസം വർദ്ധിക്കും. സാമ്പത്തിക കാര്യങ്ങൾ സ്വന്തം കയ്യിലാണെന്ന് വരുമ്പോൾ അത് ജീവിതത്തിൽ കൂടുതൽ ആത്മവിശ്വാസം നൽകും. സാമ്പത്തികമായി മുന്നൊരുക്കമുള്ളവർക്ക് ഭാവിയെക്കുറിച്ച് നല്ല പ്രതീക്ഷയുണ്ടാകും. കുട്ടികളുടെ വിദ്യാഭ്യാസം, സ്വന്തം വിരമിക്കൽ ജീവിതം എന്നിവയെക്കുറിച്ച് ആശങ്കപ്പെടാതെ ആസൂത്രണം ചെയ്യാൻ സാധിക്കും. സാമ്പത്തിക ഭദ്രത ഒറ്റയടിക്കുണ്ടാകുന്ന ഒന്നല്ല. അതിന് ക്ഷമയും സ്ഥിരമായ പരിശ്രമവും ആവശ്യമാണ്. വലിയ ലക്ഷ്യങ്ങൾ ഒറ്റയടിക്ക് നേടാൻ ശ്രമിക്കാതെ ചെറിയ ചെറിയ സാമ്പത്തിക ലക്ഷ്യങ്ങൾ വയ്ക്കുക. ഓരോ ലക്ഷ്യം നേടുമ്പോഴും അത് നിങ്ങളിൽ ആത്മവിശ്വാസം വളർത്തും. പുസ്തകങ്ങൾ വായിച്ചും വീഡിയോ കണ്ടും സെമിനാറുകളിൽ പങ്കെടുത്തും സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക. അറിവ് ആത്മവിശ്വാസം നൽകും. നിങ്ങളുടെ അത്യാവശ്യങ്ങൾ അല്ലാത്ത ചിലവുകൾ വെട്ടിക്കുറയ്ക്കാൻ ശ്രമിക്കുക. ചെറിയ ചിലവുകൾ പോലും വലിയ തുകയായി മാറിയെന്ന് വരാം. സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങളുടെ പങ്കാളിയുമായോ കുടുംബാംഗങ്ങളുമായോ തുറന്ന് ചർച്ച ചെയ്യുക. എല്ലാവരുടെയും സഹകരണമുണ്ടെങ്കിൽ ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നേടാം. സാമ്പത്തിക കാര്യങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടെങ്കിൽ ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിനെ സമീപിക്കുക. മാനസികമായി ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായം തേടാൻ മടിക്കരുത്. സാമ്പത്തിക ഭദ്രത മാനസികാരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണെങ്കിലും മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകേണ്ടത് നമ്മുടെ കടമയാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നമ്മളെ കൂടുതൽ തളർത്താതിരിക്കാൻ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കാം. വ്യായാമം ചെയ്യുക, നന്നായി ഉറങ്ങുക, ആരോഗ്യകരമായി ഭക്ഷണം കഴിക്കുക, ഇക്കാര്യങ്ങളൊക്കെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. മാനസികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെയോ കൗൺസിലറെയോ കാണുക. സഹായം തേടുന്നത് ഒരു കുറവായി കാണരുത്.
സുഹൃത്തുക്കളായും കുടുംബവുമായും നല്ല ബന്ധങ്ങൾ പുലർത്തുക. മാനസിക പിന്തുണ വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാൻ സമയം കണ്ടെത്തുക. സംഗീതം കേൾക്കുക, പുസ്തകങ്ങൾ വായിക്കുക, സിനിമ കാണുക, ഇവയെല്ലാം മാനസികോല്ലാസം നൽകും. സാമ്പത്തിക ഭദ്രതയും മാനസികാരോഗ്യവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്ന് മെച്ചപ്പെടുമ്പോൾ മറ്റേതിലും അത് പ്രതിഫലിക്കും. നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ട് കാര്യങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകേണ്ടത് അത്യാവശ്യമാണ്. ഓർക്കുക, സാമ്പത്തിക പ്രശ്നങ്ങൾ ജീവിതത്തിൻ്റെ അവസാനമല്ല. ശരിയായ സമീപനത്തിലൂടെയും ക്ഷമയോടെയുള്ള പരിശ്രമത്തിലൂടെയും ആവശ്യമെങ്കിൽ സഹായം തേടുന്നതിലൂടെയും നമുക്ക് ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയും. ഒരു ആരോഗ്യകരമായ സാമ്പത്തിക ഭാവിയും അതിലൂടെ ഒരു മികച്ച മാനസികാരോഗ്യവും എല്ലാവർക്കും സാധ്യമാവട്ടെ എന്ന് ആശംസിക്കുന്നു.